പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. എന്താണ് നേരായ മാർഗം? ഒന്നാമത്തെ വായനയിൽ നേരായ മാർഗത്തെക്കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത്. കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം, കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം, നീതി പ്രവർത്തിക്കുന്ന, നന്മ പ്രവർത്തിക്കുന്ന, അകൃത്യങ്ങൾ അവസാനിപ്പിക്കുന്ന, ദുഷ്കൃത്യങ്ങൾക്ക് വിരാമമിടുന്ന പ്രവർത്തികളാണ് നേരായ മാർഗം. ഈ നേരായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരെയാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ ശാസിക്കുന്നത്, കഠിനമായ ഭാഷകൾ ഉപയോഗിക്കുന്നത്. നിയമജ്ഞരും ഫരിസേയരും ആധികാരികമായിട്ട് പഠിപ്പിക്കുവാൻ നിയമിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ നേരായ മാർഗം പ്രഘോഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ അവർ പ്രവർത്തിക്കുന്നില്ല, പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവരുടെ പ്രവർത്തികളെ അനുകരിക്കരുത്. അവർ പറയുന്നത് കേൾക്കുക, അവർ പ്രവർത്തിക്കുന്നില്ല, പഠിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് മാർഗത്തിലൂടെയാണ് ചരിക്കുന്നത്? നിയമജ്ഞരെയും ഫരിസേയരെയും പോലെ ആണോ നമ്മൾ? കാപട്യത്തിലാണോ ജീവിക്കുന്നത്? മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? ഒന്നാമത്തെ വായന നമ്മളെ അനുരഞ്ജനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെ നോമ്പ് കാലത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അത് അനുരഞ്ജനത്തിൻ്റെ കാലഘട്ടമാണ്, തെറ്റുതിരുത്താനുള്ള കാലഘട്ടമാണ്, നന്മയുടെ മാർഗത്തിൽ ചരിക്കുവാനുള്ള, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ളൊരവസരമാണ്. പ്രവാചകൻ പറയുകയാണ്, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് കമ്പിളി പോലെ വെണ്മയുള്ളതായിട്ട് മാറുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മശോധന ചെയ്യാം. സത്യത്തിന് നിരക്കാത്ത, നന്മയ്ക്ക് നിരക്കാത്ത, നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അകൃത്യങ്ങളിലാണ് നമ്മൾ മുഴുകി ജീവിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളും നേരായ മാർഗത്തിൽ നിന്ന് അകലെയാണ്. നമുക്ക് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തി കർത്താവിൻ്റെ ആ നേരായ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് ഈ ദിവബലിയിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. സർവശക്തൻ